നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചത് കഴിച്ചാലോ? കരിമീൻ കഴിക്കുമ്പോൾ അതങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റുമോ? ഇന്നലെ വേവിച്ച കുറച്ച് ഉണക്കക്കപ്പ ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് സെറ്റാക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കപ്പയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കട്ടനും കൂടി ആവാമല്ലേ. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുറച്ച് തുളസിയിലയും 2 കുരുമുളകും ഇട്ട് കുറച്ച് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കട്ടനും തയ്യാർ. ഇത് കപ്പയും തയ്യാർ. കരിമീൻ പൊള്ളിച്ചതും കൂടെ വെച്ച് അയ്യോ പോവല്ലേ. വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ചൊരു ഇറച്ചിയുടെ മണം വന്നില്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങാനൊരിത്തിരി ബുദ്ധിമുട്ട് പോലെ. നിർബന്ധമല്ല, എന്നാലും ഏതെങ്കിലും ഇറച്ചി കറി വെച്ച ചട്ടി ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കൂട്ടാൻ മാത്രം ആ പാത്രത്തിൻ്റെ സൈഡിൽ ഒരിത്തിരി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ പിന്നെ ഇനി ഒട്ടും വൈകിക്കുന്നില്ല. നമ്മുടെ കരിമീനും നമ്മുടെ ചിക്കൻ കറി എല്ലാം കൂട്ടി കട്ടൻ ചായ അടിച്ച് ഇന്ന് കുശാൽ.